ഓക്കെ, നമ്മൾ CNC കഴിഞ്ഞതിൽ നമ്മൾ നിർത്തിയത് നമ്മുടെ പാർട്ട് പ്രോഗ്രാമിംഗ് ആ കാര്യങ്ങളൊക്കെ ആയിരുന്നു. കണ്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, കണ്ടാ പാർട്ട് പ്രോഗ്രാമിംഗ് ഒക്കെ? ഓക്കെ, നമ്മൾ കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ ഫോർ ടേണിംഗ് അല്ലേ, ടേണിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന കട്ടിംഗ് ടൂളിന്റെ മെറ്റീരിയൽ ഏതൊക്കെയാണ്? അതിനകത്ത് എല്ലാ മെറ്റീരിയലിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു ടേണിങ്ങിന്റെ സെക്ഷനിൽ അഗൈൻ വീണ്ടും മെറ്റീരിയലിനെ കുറിച്ച് പഠിക്കുന്നതായിരിക്കും. ഇത് രണ്ടും പഠിച്ചു വെച്ചിരിക്കണം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം. കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ ഫോർ ടേണിംഗ് എന്തായാലും എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നോക്കാം, കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ ആൻഡ് their properties. Tool materials are subjected to intense development. They are the product of an evolvement that has taken place almost entirely during the 20th century, especially since the 30s. ഇപ്പം മെഷീനിങ് വെച്ച് അതൊന്നും വേണ്ട, കാര്യങ്ങളൊന്നും അറിയില്ല. അത് കട്ടിംഗ് ടൂൾ എന്ന് അറിയപ്പെടുന്ന ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ള, ഇപ്പം പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതിന് പകരം നമ്മൾ ഇപ്പോഴും ഏറ്റവും നല്ല അഡ്വാൻസ്മെന്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ടായിരിക്കും കട്ടിംഗ് ടൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പണ്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരൊറ്റ മെറ്റീരിയൽ തന്നെ ഇപ്പം അങ്ങനത്തെ ടൈപ്പ് ഒന്നും അല്ല അല്ലേ. ഒന്നെങ്കിൽ നമുക്ക് ബ്രേസ് ചെയ്ത് പിടിപ്പിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ടിപ്ഡ് ആയിട്ടുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും ഇപ്പൊ നമ്മൾ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്നത്. പണ്ടെന്നായിരുന്നു സോളിഡ് ടൈപ്പ് ഓഫ് ടൂളുകളൊക്കെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ടൂളിനെ കുറിച്ചൊക്കെ നമ്മൾ എന്തിലായിട്ട് പഠിക്കും, നമ്മൾ ആ ലേത്തിന്റെ സെക്ഷനിൽ പഠിക്കുന്നതായിരിക്കും. ഇപ്പൊ ടൂളിന്റെ മെറ്റീരിയലിനെ കുറിച്ച് മാത്രമേ പറയുന്നു. There is a tool material to optimize every metal working operation, one that will cut a certain workpiece that on certain condition is the best way. Not only have to completely new materials up. Okay, അതൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് അതിന് പേരുകൾ മാത്രം പഠിച്ചു വെക്കുക. ഹൈ സ്പീഡ് സ്റ്റീൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ കാർബൈഡ് ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ട്, ഡയമണ്ട് കട്ടിംഗ് ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ട്, സെറാമിക് കട്ടിംഗ് ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെയായിരിക്കും നമ്മൾ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന കട്ടിംഗ് ടൂളും കാര്യങ്ങൾ. ഇതിനകത്ത് ഈ കഥയും കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല, ഏതൊക്കെ മെറ്റീരിയലൊക്കെ ഉപയോഗിക്കുക അത് മാത്രം അറിഞ്ഞാൽ. നോക്കാം, കട്ടിംഗ് ടൂൾ ഉപയോഗിക്കുന്നതിന് മുന്നേ നമ്മൾ കട്ടിംഗ് ടൂളിന്റെ പ്രോപ്പർട്ടി എന്തായാലും അറിഞ്ഞിരിക്കണം അല്ലെ. നമ്മുടെ കട്ടിംഗ് ടൂൾ അല്ലെ, ഏതെങ്കിലും നമ്മുടെ ഇരിക്കുന്ന ഒരു മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ആ മെറ്റീരിയലിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ടൂളിനായിരിക്കും കട്ടിംഗ് ടൂൾ എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ നമ്മൾ ടേണിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നുണ്ട്, മെഷീനിങ് ഓപ്പറേഷൻ ടേണിങ് ആയതുകൊണ്ട് ആ ടേണിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കട്ടിംഗ് ടൂൾ ആയിരിക്കും. ആ കട്ടിംഗ് ടൂളിന് എന്തൊക്കെ പ്രോപ്പർട്ടി വേണം, അല്ലെങ്കിൽ സാധാരണ ഒരു കട്ടിംഗ് ടൂളിന് എന്തൊക്കെ പ്രോപ്പർട്ടി വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ് റിക്വയർഡ് ബൈ എ കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ ആണ്. ഒന്നാമത്തെ സംഭവം പറയുന്നത് ടഫ്നെസ്. ഓക്കെ, ഫസ്റ്റ് വൺ കോൾഡ് ടഫ്നെസ്. എബിലിറ്റി ടു വിസ്റ്റാൻഡ് ദ വേരിയസ് കട്ടിംഗ് ഫോഴ്സസ് ഡ്യൂറിംഗ് മെഷീനിങ് അല്ലെ. ആ ഒരു മെഷീനിങ് സമയത്ത് വേരിയസ് കട്ടിംഗ് ഫോഴ്സസിനെ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ എതിർക്കാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ കഴിവിനെ ആയിരിക്കും അദ്ദേഹത്തിന്റെ എന്തെന്നറിയപ്പെടുന്നത് ടഫ്നെസ്. ഓക്കെ, എബിലിറ്റി ടു വിസ്റ്റാൻഡ് വേരിയസ് കട്ടിംഗ് ഫോഴ്സസ് ഡ്യൂറിംഗ് മെഷീനിങ് സമയത്ത് വെറൈറ്റി ഓഫ് കട്ടിംഗ് ഫോഴ്സസിനെ എതിർക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കട്ടിംഗ് ടൂളിന്റെ പ്രോപ്പർട്ടിനെ പറയുന്ന പേരായിരിക്കും ടഫ്നെസ് അല്ലെ, ടഫ്നെസ്. ഓക്കെ, അതുപോലെ അടുത്ത പറയുന്നതായിരിക്കും ഹാർഡ്നെസ്. അത് എബിലിറ്റി ടു റീറ്റെയിൻ ദ ഹാർഡ്നെസ് അണ്ടർ സിവിയർ വർക്കിംഗ് കണ്ടീഷൻ. അതായത് ഹാർഡ്നെസ് എന്ന് പറയുന്ന സാധനം ഇൻഡന്റേഷൻ, അല്ലെങ്കിൽ ഇതിനെ എന്ത് ചെയ്യിപ്പിക്കുക, ഒരു ഹാർഡൻ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഹാർഡൻ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ഹാർഡൻ ആണെന്ന് പറയാനുള്ള കാര്യം എന്നുള്ളത് ഒരു പെട്ടെന്ന് വരുന്ന ഷോക്കിനെ അല്ല. നേരത്തെ പറഞ്ഞ സാധനം ഷോക്കും കാര്യങ്ങളാണ് ടഫ്നെസ് എങ്കിൽ, ഇത് പറയുന്ന ഹാർഡ്നെസ് പറയുന്നത് ഇൻഡന്റേഷൻ അല്ലെ. ഇതിന്റെ പുറത്ത് എന്തെങ്കിലും ഒരു മാർക്കിങ്ങോ കാര്യങ്ങളോ വരികയാണെങ്കിൽ അത്രയും അതിനെ ഹാർഡ് എന്നായിരിക്കും പറയുന്നത്, ഹാർഡ്. അപ്പൊ അത്രയും ഹാർഡ്നെസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്നത് അതായിരിക്കും. ഇനി അതുപോലെ അടുത്ത പറഞ്ഞ ഹൈ റെസിസ്റ്റൻസ് ടു വിയർ അല്ലെ. വിയർ വരുന്ന സമയത്ത് ഇതിനകത്ത് എന്തെങ്കിലും പൊട്ടലോ ചുറ്റലോ വരികയാണെങ്കിൽ അതിനെ എതിർക്കാൻ വേണ്ടിയുള്ള കഴിവ്. ദ മെറ്റീരിയൽ മസ്റ്റ് വിത്ത്സ്റ്റാൻഡ് എക്സസീവ് വിയർ ഈവൻ ദോ റിലേറ്റീവ് ഹാർഡ്നെസ് ഓഫ് ദ ടൂൾ മെറ്റീരിയൽ ചേഞ്ചസ്. അതായത് മെറ്റീരിയലിന്റെ ഹാർഡ്നെസ്സുകൾ ചേഞ്ച് ചെയ്യുന്നതിന് പോലും എന്ത് ആവാൻ പാടില്ല, ഇത് വിയർ ആവാൻ പാടില്ല അല്ലെ. ആ ഒരു ഇതിനെ പറഞ്ഞ പേരായിരിക്കും നല്ല വിയർ റെസിസ്റ്റന്റ്. അപ്പൊ പ്രോപ്പർട്ടീസ് എല്ലാം പഠിച്ചിരിക്കുക. ടഫ്നെസ് എന്താണ്, ഹാർഡ്നെസ് എന്താണ്, ഹൈ റെസിസ്റ്റൻസ് ടു വിയർ എന്താണ് പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ്. ദ ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് മസ്റ്റ് റിമെയിൻ സ്ലോ ഫോർ മിനിമം വിയർ ആൻഡ് റീസണബിൾ സർഫസ് ഫിനിഷ് അല്ലെ. ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് എന്നറിയപ്പെടുന്ന സാധനം നമുക്കറിയാം, രണ്ട് സർഫസിന്റെ ഇടയ്ക്കായിരിക്കും നമ്മൾ എന്ത് കയറി വരുന്നത്, അല്ലെങ്കിൽ മെറ്റൽ റിമൂവ് ചെയ്യാനുള്ള കാര്യം തന്നെ രണ്ട് മെറ്റലിന്റെ സർഫസുകൾ തമ്മിൽ കോണ്ടാക്ട് വരുമ്പോഴായിരിക്കും. അപ്പൊ അതിനിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഫാക്ടറും കൂടെ വരികയാണെങ്കിൽ, ഫ്രിക്ഷൻ ഭയങ്കര കൂടുതൽ ആയിരിക്കുകയാണെങ്കിൽ കൂടുതൽ എന്ത് പറ്റും, നമ്മുടെ ഇരിക്കുന്ന ഒന്നെങ്കിൽ മെറ്റീരിയൽ വിസ്റ്റാൻഡ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ നമ്മളിൽ ഇരിക്കുന്ന എന്ത് വിസ്റ്റാൻഡ് ചെയ്യത്തില്ല, നമ്മളിൽ ഇരിക്കുന്ന കട്ടിംഗ് ടൂൾ വിസ്റ്റാൻഡ് ചെയ്യത്തില്ല. കാരണം അവിടെ ഒരു ഫോഴ്സും കൂടെ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത് വരുന്നുണ്ട്, നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നാണ്. അപ്പൊ അത്തരത്തിലുള്ള മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് വാല്യൂവിനെ മാക്സിമം കുറയ്ക്കുക എന്നത് മാത്രമായിരിക്കും നമ്മുടെ എയിം അല്ലെ. ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് വാല്യൂ മാക്സിമം കുറച്ചിരിക്കുന്ന മെറ്റീരിയലിനെ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കണം, നമ്മുടെ കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെസ്റ്റ് ആയിരിക്കും എന്നതാണ് ഓപ്ഷൻ. അപ്പം അത് ഒന്നും പോസിബിൾ അല്ല, അല്ലെങ്കിൽ അത് നമുക്ക് മാക്സിമം കുറയ്ക്കുക എന്ന് മാത്രമേ നമ്മുടെ എയിം ഉള്ളൂ. പക്ഷെ ഒരുപാട് നമുക്ക് എന്താക്കാനും പറ്റില്ല, ഒരുപാട് കുറയ്ക്കാനും പറ്റത്തില്ല.
ഒരു മീഡിയം എന്നുള്ള രീതിയിൽ മാത്രമേ കുറയ്ക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ ആ ഒരു ഫ്രിക്ഷൻ എന്നുള്ള സാധനത്തിന്റെ ഫാക്ടറിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനെ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയായിരിക്കും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ലൂബ്രിക്കന്റ് എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുന്നത് അല്ലെ. ലൂബ്രിക്കന്റ്, കൂളന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാനുള്ള കാര്യം ഈ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ സാധനത്തിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇനി കോസ്റ്റ് ആൻഡ് ഈസിനെസ് ഇൻ ഫാബ്രിക്കേഷൻ, അതായത് ഭയങ്കര വില കൂടിയ ആയിട്ടുള്ള മെറ്റീരിയലിൽ നിന്നും ഒരു കാരണവശാലും എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തില്ല, കട്ടിംഗ് ടൂളിന്റെ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ ഫാബ്രിക്കേഷൻ അല്ലെ, ഇതിനെ നമുക്ക് രണ്ടാമതായിട്ട് റീവർക്ക് ചെയ്യാനൊക്കെ ഒരുപാട് പൈസയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതും നമുക്ക് ഒരിക്കലും പോസിബിൾ അല്ല. അപ്പൊ അത് കോസ്റ്റും ഈസിനെസ് ഇൻ ഫാബ്രിക്കേഷനും കൂടെ നമുക്ക് നോക്കണം. ദ കോസ്റ്റ് ആൻഡ് ഈസിനെസ് ഓഫ് ഫാബ്രിക്കേഷൻ ഷുഡ് ഹാവ് വിത്തിൻ ദ റീസണബിൾ ലിമിറ്റ്. അപ്പൊ പറയുന്ന ഒരു ലിമിറ്റിനകത്ത് മാത്രം ആ ഒരു എന്തായിരിക്കും നമ്മുടെ കോസ്റ്റും അതുപോലെ തന്നെ ഫാബ്രിക്കേഷന്റെ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നാൽ അത്രയും ബെസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇത് എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്, ഈ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. നല്ലൊരു കട്ടിംഗ് ടൂളിന്റെ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ടഫ്നെസ് അറിഞ്ഞിരിക്കുക, ഹാർഡ്നെസ് അറിഞ്ഞിരിക്കുക, ഹൈ റെസിസ്റ്റൻസ് ടു വിയർ ആൻഡ് സ്വിച്ച് അറിഞ്ഞിരിക്കുക, ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് അറിഞ്ഞിരിക്കുക, കോസ്റ്റ് ആൻഡ് ഈസിനെസ് ഇൻ ഫാബ്രിക്കേഷൻ അറിഞ്ഞിരിക്കുക. അപ്പൊ ഇതുമായിട്ട് ഇതിന്റെ ഏരിയയിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാം. ഈ ടഫ്നെസ്സിനെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, നമ്മുടെ ഇതിനകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ലാബിൽ കണ്ടിട്ടുണ്ടോ? ടഫ്നെസ്സിനെ ഇതാക്കാൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ടെസ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ടഫ്നെസ്സിനെ ഇല്ല. ഇമ്പാക്ട് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ? ഇമ്പാക്ട് ടെസ്റ്റ് എന്താണെന്ന് ചോദിക്കത്തില്ല, എന്തായാലും ഇമ്പാക്ട് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ടെസ്റ്റുകളില്ലേ ടഫ്നെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഐസോഡ്, ചാർപി എന്നൊക്കെ പറഞ്ഞിട്ട് ടെസ്റ്റിന്റെ പേര് മാത്രം ഓർമ്മിച്ച് വെക്കുക, ഐസോഡ്, ചാർപി. കൂടുതൽ ചോദിച്ചില്ലെങ്കിലും എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ചുമ്മാ ചോദിച്ചു വെക്കുക. അപ്പൊ ടഫ്നെസ്സിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റിന്റെ പേര് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐസോഡ് ടെസ്റ്റ്, ചാർപി ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. ഐസോഡ് ടെസ്റ്റ്, ചാർപി ടെസ്റ്റിൽ വേറെ ഒന്നുമല്ല, ഇങ്ങനെ ഇരിക്കുന്ന ഒരു വർക്ക് പീസ് കാണും, ഇവിടെ ചെറിയൊരു നോച്ച് പോലെ കൊടുക്കുന്നുണ്ട്, നമ്മളൊരു പെൻഡുലം പോലൊരു സെറ്റപ്പ് കാണും, അതിനകത്ത് ഒരു വെയിറ്റ് ഇട്ടേക്കും, എന്നിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെയിറ്റിനെ പിടിച്ച് സ്വിങ് ചെയ്യും അല്ലെ. ഇത് സ്വിങ് ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ പുറത്ത് എത്ര ഇമ്പാക്ട് ആണ് വരുന്നതെന്ന് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. അതുവഴി ഇത് പൊട്ടിപ്പോവും, ഇത് പൊട്ടി പുറത്തോട്ട് പോകും. അതായത് ഇവിടെ ഒരു നോച്ച് ഇട്ടിട്ടുണ്ട്, ആ നോച്ചിന്റെ ഹെൽപ്പ് ഇത് പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പെൻഡുലം പോലെ ഒരു വെയിറ്റ് നമ്മൾ തൂക്കുന്നുണ്ട്, ആ ഏത് വെയിറ്റിലാണ് തെറിച്ചു പോകുന്നത് എന്നൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ ഐസോഡ്, ചാർപി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ടെസ്റ്റുകൾ പറയുന്നത്. നമുക്ക് അതൊന്നും വേണ്ട, ചുമ്മാ പേര് മാത്രം അറിഞ്ഞിരിക്കുക, ഐസോഡ്, ചാർപി. അതായത് നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുക, എങ്ങനെയാ ഹാർഡ്നെസ് മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാ ടഫ്നെസ് മെഷർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത് കേട്ടോ. നമ്മുടെ ആ ഒരു ഇതിനകത്ത്, നമ്മുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിന്റെ ലാബിനകത്ത് ഐസോഡ് ടെസ്റ്റും ചാർപി ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ടെസ്റ്റ് ഉണ്ട്, അതിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും ഇത് മെഷർ ചെയ്യുന്നത്. ഹാർഡ്നെസ് കേട്ടിട്ടുണ്ടായിരിക്കും, ഹാർഡ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ ഒരു ടെസ്റ്റും കാര്യങ്ങളും, 2 ടെസ്റ്റ് ഉണ്ട് ഹാർഡ്നെസ്സിന് വേണ്ടിയിട്ട്. എന്തോ ഒരു നമ്പർ ഒക്കെ പറയുമായിരുന്നു, ബ്രിണൽ ഹാർഡ്നെസ് നമ്പറും റോക്ക്വെൽ ഹാർഡ്നെസ് നമ്പറും, അങ്ങനെ 2 ടെസ്റ്റ് ഉണ്ട്, ചുമ്മാ ഒന്ന് കേട്ട് വെച്ചിരുന്നാൽ മതി. ബ്രിണൽ ഹാർഡ്നെസ്സും അതുപോലെ തന്നെ റോക്ക്വെൽ ഹാർഡ്നെസ്. ബ്രിണൽ ഹാർഡ്നെസ് BHN എന്നും പറയും, അതുപോലെ തന്നെ റോക്ക്വെൽ ഹാർഡ്നെസ് നമ്പർ RHN എന്നും പറയും കേട്ടോ. ബ്രിണലും റോക്ക്വെല്ലും ഇത് പഠിക്കാൻ കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ഈ ബ്രിണൽ ഹാർഡ്നെസ്സും റോക്ക്വെൽ ഹാർഡ്നെസ് അത് വേറെ ഒന്നുമല്ല, ഇതേപോലെ തന്നെ ഇതിനകത്ത് ഇങ്ങനെ ഒരു നമ്മളതിൽ ഒരു മെറ്റീരിയൽ തരും, ആ മെറ്റീരിയലിന്റെ പുറത്തൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബോൾ പോലത്തെ ഒരു സാധനം ഉണ്ട്, ഇതിന്റെ അറ്റത്ത് ഒരു ബോൾ ആയിരിക്കും വരുന്നത്. ഈ ബോൾ വരുന്ന അല്ലെങ്കിൽ ഹാർഡ്നെസ്സിന്റെ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഒരു എക്യുപ്മെന്റ് ഉണ്ട്, ബ്രിണൽ ഹാർഡ്നെസ് ടെസ്റ്റിന്റെ മെഷീൻ. ആ മെഷീനിൽ ഈ മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് ഇതിനെ അങ്ങ് പ്രസ് ചെയ്യും. ഒരു പറയുന്ന ഒരു ലോഡിംഗ് കണ്ടീഷനിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പുറത്ത് ഇങ്ങനെ ഒരു ഇൻഡന്റേഷൻ മാർക്ക് വരും. ആ ഇൻഡന്റേഷന്റെ ഡയമീറ്റർ ഓരോന്ന് മെഷർ ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് ഹാർഡ്നെസ് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. എന്താ പറയുന്നത്, ഇങ്ങനെ ഒരു ഹാർഡ്നെസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, അതായിരിക്കും നമ്മുടെ മെഷീനിൽ ഇരിക്കുന്നത്. മെഷീനിൽ ഇങ്ങനെ ഒരു അച്ചു പോലത്തെ സ്ഥലം കാണും, അതിനകത്ത് ഇങ്ങനെ ഒരു ബോൾ പോലെ വെച്ചിരിക്കുന്ന സാധനം കാണും. നമ്മുടെ ഇരിക്കുന്ന വർക്ക് പീസ് ആയിരിക്കുന്നു, ആ വർക്ക് പീസിന്റെ പുറത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹലോ ഹായ് ഹായ് എക്കോ അടിക്കുന്നു, പോയാ ആ പോയി. എന്തോ ഉണ്ടായിരുന്നു, അല്ല എവിടെ പോയിരുന്നു? ആ ഓ അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതാക്കിയേ ഉള്ളൂ. കട്ടിംഗ് ടൂളിന്റെ പ്രോപ്പർട്ടീസ്, ടഫ്നെസ്, ഹാർഡ്നെസ്, ഹൈ റെസിസ്റ്റൻസ് ടു വിയർ, ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ്, കോസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ നോക്കണമെന്ന് പറഞ്ഞു.
അപ്പൊ അതിനകത്ത് നമ്മൾ ടഫ്നെസ്സുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് പറഞ്ഞെന്ന് പറഞ്ഞത് ഇമ്പാക്ട്, പെട്ടെന്നുള്ള ഒരു ലോഡിനെ താങ്ങാൻ വേണ്ടിയിട്ടുള്ള കഴിവായിരിക്കും ടഫ്നെസ് അല്ലെ. വിസ്റ്റാൻഡ് വേരിയസ് കട്ടിംഗ് ഫോഴ്സസ് ഡ്യൂറിംഗ് മെഷീനിങ്, നമ്മുടെ ഇരിക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ വേരിയസ് ടൈപ്പ് ഓഫ് കട്ടിംഗ് ഫോഴ്സസിനെ നമ്മളിൽ ഇരിക്കുന്ന ആ ടൂൾ മെറ്റീരിയലിനെ താങ്ങാനുള്ള കഴിവായിരിക്കണം ടഫ്നെസ് എന്നറിയപ്പെടുന്നത്. ഈ ടഫ്നെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇമ്പാക്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞ സാധനം പറയുന്നത്. അപ്പൊ അതിന് ഐസോഡും അതുപോലെ തന്നെ ചാർപി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ടെസ്റ്റുകൾ വരുന്നത്. ഐസോഡ് ടെസ്റ്റ്, ചാർപി ടെസ്റ്റ്. ജസ്റ്റ് പേര് മാത്രം അറിഞ്ഞിരിക്കുക, അതിനകത്തുള്ള ടെസ്റ്റും കാര്യങ്ങളൊന്നും പഠിക്കണ്ട, ചുമ്മാ പേര് മാത്രം അറിഞ്ഞിരിക്കുക. ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ടഫ്നെസ്. അപ്പൊ നിങ്ങളിപ്പം കട്ടിംഗ് ടൂളിന്റെ പ്രോപ്പർട്ടി ആയിട്ട് ടഫ്നെസ് അല്ലേ പറഞ്ഞത്, അപ്പൊ എങ്ങനെയായിരിക്കും ആ കട്ടിംഗ് ടൂളിന്റെ ടഫ്നെസ് മെഷർ ചെയ്യുക എന്നുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു വെച്ചേക്കുക ഐസോഡ് ടെസ്റ്റും അതുപോലെ ചാർപി ടെസ്റ്റ് ഉണ്ട് അല്ലെ. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിന്റെ ലാബ് ഉണ്ട്, ആ ലാബിനകത്ത് അത് ബ്രിനൽ ഹാർഡ്നെസ്സും റോക്ക്വെൽ ഹാർഡ്നെസ്സും എന്ന് പറഞ്ഞിട്ടാണ് ടെസ്റ്റ് പറയുന്നത്. ബ്രിനൽ ഇത് ഐസോഡും ചാർപി. അതായത് നമ്മളൊരു മെറ്റീരിയലിനെ ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ അറ്റത്ത് ഇങ്ങനെ ഒരു നോച്ച് കാണും. ഈ നോച്ച് നമ്മൾ ഇട്ടേക്കും, ഒരു നോച്ച് ഒരു പർട്ടിക്കുലർ ലെങ്തിലോട്ടൊക്കെ ഒരു നോച്ച് ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മളൊരു പെൻഡുലം പോലൊരു സെറ്റപ്പിന്റെ അറ്റത്ത് ഒരു വെയിറ്റ് കെട്ടിയിടും. എന്നിട്ട് എന്ത് ചെയ്യുന്ന ഇതിനൊന്ന് സ്വിങ് ചെയ്യും. ഇതിനെ നിങ്ങളൊന്ന് ഇതായിട്ട് ഹോൾഡ് ചെയ്യും. ഇതിന് ആ മെഷീനകത്തിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഒരു സെറ്റപ്പ് ഉണ്ട്. നമ്മളെ വർക്ക് പീസ് ഇതാണ്, ആ വർക്ക് പീസിന്റെ അറ്റത്തോട്ട് ഒരു ചെറിയ നോച്ച് ഇടും. എന്നിട്ട് നമ്മുടെ ആ മെഷീനിൽ തന്നെ ഇതിനെ ഹോൾഡ് ചെയ്തിട്ട് നമ്മുടെ പെൻഡുലത്തിന്റെ അറ്റത്ത് ഒരു വെയിറ്റ് ഇട്ടേക്കും. ആ വെയിറ്റിന്റെ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ വെയിറ്റിനെ അങ്ങ് സ്വിങ് ചെയ്തിട്ട് ഇതിങ്ങ് പൊട്ടിച്ച് പുറത്ത് ചാടിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആക്ച്വലി ഐസോഡ് ജസ്റ്റിൽ ചെയ്യുന്നത്. ഇതേപോലെ ചാർപിയിൽ ചെയ്യുന്ന സമയത്ത് ഇതിനെ ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ട് വെക്കുന്ന പോലെ ചാർപിയിൽ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനെ വേറൊരു ഷേപ്പിലാണ് വെക്കുന്നത്. ഇങ്ങനെ ഹൊറിസോണൽ ആയിട്ട് ഇട്ടിട്ട് ഇടിക്കുകയാണ് ചെയ്യുന്നത്. ഇടിക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പിലായിരിക്കും ചെയ്യുന്നത്. ഇങ്ങനെ ഇതാക്കി, നമുക്ക് അതൊന്നും വേണ്ട, ചുമ്മാ ഒന്ന് കേട്ട് വെച്ചിരിക്കുക. ഐസോഡ് ചാർപി എന്ന് പറഞ്ഞ സാധനം അതിന്റെ ഹെൽപ്പോട് കൂടിയാണ് ചെയ്യുന്നത്. അതിൽ ആ ലാബിൽ എങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ, പേര് മാത്രം പറഞ്ഞാൽ മതി. അവരിപ്പം ചോദിക്കുന്നതാണെങ്കിൽ എങ്ങനെ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഐസോഡ് ചാർപി എന്ന് പറയുമ്പോൾ അവിടെ അങ്ങ് തീരും. എന്താണ് ഐസോഡ് എന്താണ് ചാർപി എന്ന് ചോദിക്കത്തില്ല, കാരണം അവർക്കും ഓർമ്മ സാധ്യതയില്ല. അത് അങ്ങനെ ചോദിക്കത്തില്ല, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കത്തില്ല. എന്നാലും ചുമ്മാ കേട്ട് വെച്ചേക്കുക ഐസോഡ് ചാർപി. അതുപോലെ തന്നെ ഹാർഡ്നെസ്സിനെ മെഷർ ചെയ്യുന്നത് അല്ലെ. ഹാർഡ്നെസ് എന്ന് അറിയപ്പെടുന്നത് എന്തെങ്കിലും ഇൻഡന്റേഷൻ മാർക്കുകൾ വരുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയലിന്റെ പുറത്ത് ഒരു ഇൻഡന്റേഷൻ മാർക്ക് വരുന്ന അതിനെ എങ്ങനെയായിരിക്കും അത് റെസിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായിരിക്കും ഹാർഡ്നെസ്. എബിലിറ്റി ടു റീറ്റെയിൻ ദ ഹാർഡ്നെസ് അണ്ടർ സിവിയർ വർക്കിംഗ് കണ്ടീഷൻ അല്ലെ. അതായത് എത്ര തന്നെ വർക്കിംഗ് കണ്ടീഷനുകൾ കൊടുത്താലും ഇദ്ദേഹത്തിന്റെ ഹാർഡ്നെസ് അത് അങ്ങനെ ഒരു മാറ്റമില്ല, അതായത് ഹാർഡൻ ആയിട്ട് ഇരിക്കാനുള്ള ഇദ്ദേഹത്തിന്റെ കഴിവായിരിക്കും നമ്മൾ ഹാർഡ്നെസ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് തന്നെ രണ്ട് ടെസ്റ്റ് ഉണ്ട്, നമ്മുടെ റോക്ക്വെൽ ഹാർഡ്നെസ്സും ബ്രിനൽ ഹാർഡ്നെസ്സും. അതിനും ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു മെഷീൻ ആയിരിക്കും ഇരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു മെഷീൻ ആയിരിക്കും. ആ മെഷീന്റെ അറ്റത്ത് നമ്മൾ ഇങ്ങനെ ഒരു ലോഡും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഇതിന്റെ അറ്റത്ത് എന്ത് ചെയ്യുന്ന ഒരു റൗണ്ട് സാധനം കാണും. ഈ ഒരു സാധനം നമ്മുടെ മെറ്റീരിയൽ ആണ്, വർക്ക് പീസ് ആണെങ്കിൽ ആ വർക്ക് പീസിന്റെ പുറത്ത് ഇങ്ങനെ ഒരു മാർക്ക് ഉണ്ടാവും. ആ വർക്ക് പീസിനെ നിങ്ങൾ മാറ്റി കഴിയുന്ന സമയത്ത് ഈ ഒരു മാർക്ക് ഉണ്ട്. ഈ മാർക്കിന്റെ ഡയമീറ്റർ അനുസരിച്ചിട്ടായിരിക്കും ആ ഓരോ ഹാർഡ്നെസിന്റെ നമ്പറുകൾ ഓരോന്നായിട്ട് എടുക്കുന്നത്. അപ്പൊ ഇത് തന്നെയാണ് ഈ ബ്രിനൽ ഹാർഡ്നെസ്സും റോക്ക്വെൽ ഹാർഡ്നെസ്സും. ഏറെക്കുറെ ഒരേ സാധനം തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടെ ഹാർഡ്നെസിന്റെ നമ്പറുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. ഒരു 63 റേഞ്ച് ആണെങ്കിൽ മറ്റേത് ഒരു 630 അങ്ങനെയൊക്കെ, ഒരു ഇൻറ്റു 10 എന്നുള്ള രീതിയിൽ ഏറെക്കുറെ ഉള്ള റേഞ്ച് അങ്ങനെയൊക്കെ ആയിരിക്കും പറയാം റോക്ക്വെല്ലും ബ്രിനലും തമ്മിൽ. വേണ്ട അറിയണ്ട, ചുമ്മാ കേട്ട് വെച്ചിരിക്കുക ബ്രിനൽ ഹാർഡ്നെസ് റോക്ക്വെൽ ഹാർഡ്നെസ്. ഓക്കെ, പിന്നെ റെസിസ്റ്റൻസ് ടു വിയർ എന്ന് പറയപ്പെടുന്ന വിയർ ഒരിക്കലും വരാൻ പാടില്ല, അതിനെ റെസിസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് വാല്യൂ എപ്പോഴും കുറഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ ആ ഒരു ഫ്രിക്ഷണൽ, അഗൈൻ ഓൾറെഡി ഒരുപാട് ഫോഴ്സുകൾ വരുന്നുണ്ട്, അതിന്റെ കൂടെ ഫ്രിക്ഷൻ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മെറ്റീരിയൽ ഇല്ലാതായി പോവാം, അല്ലെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന വർക്ക് പീസിന്റെ പുറത്ത് ഭയങ്കര രീതിയിൽ ഫ്രിക്ഷൻ വന്ന് ഇല്ലാതായി പോവാം. പിന്നെ കോസ്റ്റ് ആൻഡ് ഈസിനെസ് ഫാബ്രിക്കേഷൻ എന്ന് അറിയപ്പെടുന്ന എപ്പോഴും കുറവായിരിക്കണം. ഇത്രയും ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഇതെന്തായാലും അറിഞ്ഞിരിക്കുക, എന്താണ് നമ്മുടെ നല്ലൊരു കട്ടിംഗ് ടൂൾ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ സാധനം അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, എവല്യൂഷൻ ഓഫ് കട്ടിംഗ് ടൂളുമായിട്ട് ബന്ധപ്പെട്ട എവല്യൂഷൻസ് അതൊന്നും വേണ്ട, ചുമ്മാ അറിഞ്ഞിരിക്കുക. ആദ്യകാലങ്ങളിൽ നമ്മൾ ഹൈ സ്പീഡ് സ്റ്റീൽ ഉപയോഗിച്ചു, പിന്നെ അതിന് ശേഷം സിമെന്റഡ് കാർബൈഡ് ആയിരുന്നു, പിന്നെ അതിന് ശേഷം സെറാമിക് എന്നറിയപ്പെടുന്നത് എന്താണ്, ടൈറ്റാനിയം കാർബൈഡ്, അത് രണ്ടും കൂടെ ചേർന്നിരിക്കുന്ന സാധനങ്ങളായിരിക്കും ഈ ഒരു ഇത് TiC ബേസ്ഡ് ആണ്. പിന്നെ അതിന് ശേഷം അലുമിനിയം ബേസ്ഡ് ആയിട്ടുള്ള അല്ലെ, അലുമിനിയം ആണ് അദ്ദേഹത്തിന്റെ ബേസ് ഉള്ളതെങ്കിൽ അതിനെ പറഞ്ഞ പേരായിരിക്കും അലുമിനിയം ബേസ്ഡ് ആയിട്ടുള്ളത്. പിന്നെ അതിനുശേഷം ഇതാണ് CVD കോട്ടഡ് എന്ന് പറയും അല്ലെ, കോട്ടഡ് CVD, അതായത് കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ വഴി കോട്ട് ചെയ്തിരിക്കുന്ന കാർബൈഡുകൾ ഉപയോഗിച്ചുകൊണ്ട് തുടങ്ങി. നമ്മൾ ആദ്യകാലങ്ങളിൽ HSS ആയിരുന്നു, പിന്നെ സിമെന്റഡ് കാർബൈഡ് ആയി, പിന്നെ സെറാമിക്കിനെ കുറച്ചുകൂടെ ബേസ് ആയിട്ടുള്ളത് അലുമിനിയം ബേസ്ഡ് ആയി. പിന്നെ അതിന് ശേഷം എന്താണ്
നമ്മുടെ എന്താണ് കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ വഴി ഉണ്ടായിരുന്ന കോട്ടഡ് കാർബൈഡുകൾ, CVD എന്ന് ഉദ്ദേശിക്കുന്നത് കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ വഴി ഉണ്ടായിട്ടുള്ള കോട്ടഡ് കാർബൈഡുകൾ ഉപയോഗിച്ചുകൊണ്ട്. പിന്നെ നോക്കി, പിന്നെ അതിനുശേഷം കൊബാൾട്ട് എൻറിച്ച് ചെയ്തിട്ടുള്ള സാധനമായിരിക്കും ഫസ്റ്റ് എഞ്ചിനീയർഡ് ആയിട്ടുള്ള കാർബൈഡ് സബ്സ്ട്രേറ്റ്, അറിയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ സിലിക്കൺ, അലുമിനിയം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്തുള്ള സെറാമിക് ആണ്. അതുപോലെ തന്നെ PVD കോട്ടഡ് കാർബൈഡുകൾ ഉണ്ടായി. PVD എന്ന് അറിയപ്പെടുന്നത് ഫിസിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് വഴി ഉണ്ടാക്കിയെടുക്കുന്ന കാർബൈഡുകളായിരിക്കും. ഫിസിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ വഴി ഉണ്ടാക്കിയെടുക്കുന്ന കാർബൈഡ് ആണ് PVD, അതുണ്ടായി. പിന്നെ അതിനുശേഷം മോഡേൺ ആയിട്ടുള്ള സെറാമിക് അല്ലെ, അതായത് എന്താണ് ടൈറ്റാനിയം, അതുപോലെ തന്നെ കാർബണും നൈട്രജനും ഇതെല്ലാം കൂടെ ചേർത്തിട്ടിരിക്കുന്ന മോഡേൺ സെറാമിക്സ്, സെർമെറ്റ്സ് എന്ന് പറഞ്ഞ ഒരു സാധനങ്ങളുണ്ടായി അല്ലെ. സെറാമിക്കും മെറ്റലും കൂടെ ചേർന്നിട്ടായിരിക്കും പറയുന്നത് സെർമെറ്റ്സ് എന്ന് പറഞ്ഞത്, അതുണ്ടായി. പിന്നെ സിലിക്കൺ കാർബൈഡും റീഎൻഫോഴ്സ്ഡ് അലുമിനിയം ഓക്സൈഡ് സെറാമിക് ഉണ്ടായി, അറിയണ്ട. പിന്നെ അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് സെയിലൻസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായി. പിന്നെ അതിനുശേഷം തിൻ ഫിലിംഡ് ആയിട്ടുള്ള ഡയമണ്ട് കോട്ടഡ് ആയിട്ടുള്ള കാർബൈഡുകൾ ഉണ്ടായി. ചുമ്മാ പേരുകൾ മാത്രം ഓർമ്മ വയ്ക്കുക. ആദ്യകാലങ്ങളിലേക്ക് നമ്മൾ HSS ഉപയോഗിച്ചു, പേരുകൾ മാത്രം അറിഞ്ഞാൽ മതി. HSS ഉപയോഗിച്ചു, പിന്നെ കാർബൈഡുകളായി, പിന്നെ സെർമെറ്റ്സ് ആയി, പിന്നെ സെറാമിക് ആയി, അങ്ങനെയൊക്കെ ആയിരിക്കും ഇതിന്റെ ആ ഒരു ഇത് വരുന്നതെന്ന് മാത്രം ഓർമ്മിച്ച് വെക്കുക, അല്ലെങ്കിൽ ആ ഒരു ഓർഡറുകൾ മാത്രം ഓർമ്മിച്ച് വെക്കുക. ഇപ്പൊ നമ്മൾ എന്തിലാണ് നിർത്തുന്നത് എന്നുള്ള സാധനം കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, നോക്കിയേ, ഇതില് PVD കോട്ടഡ് ആയിട്ടുള്ള PCBN എന്ന് പറഞ്ഞ സാധനം, അഡ്വാൻസ്ഡ് പ്രീ കോട്ടഡ് ആൻഡ് പോസ്റ്റ് കോട്ടഡ് ട്രീറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു. വേണ്ട, ആവശ്യമില്ല, ചുമ്മാ പേരുകൾ അറിഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കട്ടിംഗ് ടൂളിന്റെ മെറ്റീരിയൽ കട്ടിംഗ് എൻവയോൺമെന്റ്, എന്തൊക്കെ എൻവയോൺമെന്റിനെ ഇതാക്കുന്ന രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു മെറ്റൽ കട്ടിങ്ങിന്റെ എൻവയോൺമെന്റിൽ എന്തൊക്കെയാ വരുന്നത് നോക്കാം. അപ്പൊ മെറ്റല് ആസ് ഇൻ കോണ്ടാക്ട് വിത്ത് അനദർ മെറ്റൽ അല്ലെ, അതായത് നമ്മുടെ ഇരിക്കുന്ന വർക്ക് പീസിന് ഒരു മെറ്റലും ആണ്, അതുപോലെ തന്നെ നമ്മുടെ ഉപയോഗിക്കുന്ന ഒരു കട്ടിംഗ് ടൂൾ മറ്റൊരു മെറ്റലാണ്. ഇത് രണ്ടും കൂടെ അല്ലെങ്കിൽ രണ്ടും കൂടെ കയറി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ രണ്ടും കൂടെ ഇൻ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് വരും, അതിനൊരു തെർമൽ ഡിഫോർമേഷൻ വരുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ രണ്ടും കൂടെ കയറി വരുന്ന, അല്ലെങ്കിൽ രണ്ടും കൂടെ ഇൻ കോണ്ടാക്ട് വരുന്ന സമയത്ത് പ്രഷർ വരുന്നുണ്ട്. അവിടെ പ്രഷർ വരുന്ന സമയത്ത് ഒരു ഡിഫോർമേഷനും അതുപോലെ തന്നെ ഫ്രാക്ചറും വരുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ വന്ന് എന്തായിരുന്നു, ഒരു ടെമ്പറേച്ചർ ചേഞ്ച് കാരണം ഉണ്ടായിരുന്ന തെർമൽ ഒരു ഡിഫോർമേഷൻ വരുന്നുണ്ട്. ഇനി പ്രഷർ കാരണം എടുക്കുകയാണെങ്കിൽ അതിന് ഫ്രാക്ചറും ഡിഫോർമേഷനും വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ അത് രണ്ടും കൂടെ വരുന്ന പോലെ തന്നെ മറ്റൊരു സാധനമാണ് വിയർ അല്ലെ, വിയർ. അപ്പൊ അത് എന്തൊക്കെ വരാം, അബ്രഷൻസ് കാരണം ഉണ്ടാകുന്ന വിയർ, കെമിക്കൽ വിയർ വരാം, അതുപോലെ തന്നെ നോച്ചിങ് വരാം അല്ലെ. നോച്ചിങ് അതായത് മീൻസ് ഒരു ചെറിയ പൊട്ടലോ ചീറ്റലോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സംഭവങ്ങളൊക്കെ ആയിരിക്കും നോച്ചിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഇന്ററപ്റ്റഡ് കട്ടുകൾ അല്ലെ, തെർമൽ മെക്കാനിക്കൽ സൈക്ലിംഗ് കാരണം വരുന്ന ഇന്ററപ്റ്റഡ് ആയിട്ടുള്ള കട്ടുകൾ, അവിടെ വരുന്ന ചെറിയ ഉള്ള ഇന്ററപ്റ്റഡ് കട്ടുകൾ വരാം. എന്താണ് മെറ്റൽ കട്ടിങ്ങിന്റെ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. അതായത് നമ്മുടെ ഇരിക്കുന്ന വർക്ക് പീസിന്റെ മെറ്റീരിയലും അതുപോലെ തന്നെ നമ്മളിൽ ഉപയോഗിക്കുന്ന കട്ടിംഗ് ടൂളിന്റെ മെറ്റീരിയലിന്റെയും ഇടയ്ക്കായിരിക്കും ഈ ഒരു കാര്യങ്ങളെല്ലാം വരുന്നതെന്ന് അറിഞ്ഞിരിക്കുക. നോക്കാം, നമുക്ക് ഓരോന്നായിട്ട് പറയാം. ടൈപ്പ് ഓഫ് ടൂൾ മെറ്റീരിയൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പൊ ആദ്യ കാലങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ടൂൾ മെറ്റീരിയൽ എന്ന് പറഞ്ഞ സാധനം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ട സാധനമായിരിക്കും കാർബൺ സ്റ്റീൽ. The selection of a proper tool material depending on the type of service to which the tool is subjected. അതായത് ഈ ടൂള് ഉപയോഗിച്ചിട്ട് എന്താണോ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്, ചിലപ്പോൾ ടേണിംഗ് ആയിരിക്കും, ഫിനിഷിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഫിനിഷിംഗ് ആയിരിക്കും, അത് എന്തെങ്കിലുമൊക്കെ ഒരു വർക്ക് ആയിരിക്കും ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഏത് മെറ്റീരിയൽ ആണോ നിങ്ങൾ ഇതിനകത്ത് ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, അതെല്ലാം ഡിപ്പെൻഡന്റ് ആണ്. ഇപ്പം കോമൺലി അപ്പൊ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കട്ടിംഗ് ടൂളിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ കട്ടിംഗ് ടൂൾ ആയിട്ട് പറയുന്ന കാർബൺ സ്റ്റീൽ ആണ്. ബേസിക്കലി ഹൈ കാർബൺ സ്റ്റീൽ ആണ്. അപ്പൊ ഹൈ കാർബൺ സ്റ്റീൽ എടുക്കുകയാണെങ്കിൽ, കാർബൺ സ്റ്റീൽ എന്ന് അറിയപ്പെടുന്നത് നമ്മൾ മേജർ ആയിട്ട് എന്തൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, നമുക്ക് ലോ കാർബൺ സ്റ്റീൽ പറയുന്നുണ്ട്, അതുപോലെ തന്നെ മീഡിയം കാർബൺ സ്റ്റീൽ പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഹൈ കാർബൺ സ്റ്റീൽ പറയുന്നുണ്ട്. അപ്പം ഇതിന്റെ ഹൈ കാർബൺ സ്റ്റീൽ എടുക്കുകയാണെങ്കിൽ കാർബണിന്റെ ആ ഒരു പെർസെന്റേജ് പറയുന്നത് 0.8നും എത്രയായിരുന്നു, 1.5നും ഇടയ്ക്കായിരുന്നു അല്ലെ. 0.8നും 1.5നും ഇടയ്ക്കാണ്. ഇനി 0.3 മുതൽ എത്ര വരുന്നുണ്ട്, നമ്മുടെ 0.6 0.8 റേഞ്ചിൽ വരുന്ന എന്തായിരിക്കും, നമ്മുടെ മീഡിയം കാർബൺ സ്റ്റീൽ അല്ലെ. 0.3ക്കും 0.8നും ഇടയ്ക്കാണ് വരുന്നത്. ഇനി 0.15നും എത്രയൊക്കെയാണ്, ഒരു 0.3 റേഞ്ചിലൊക്കെ വരികയാണെങ്കിൽ അതിനെ പറയുന്നത് ലോ കാർബൺ സ്റ്റീൽ എന്നോ അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീൽ എന്നോ ആയിരിക്കും പറയുന്നത്. ഇപ്പം സ്റ്റീലിന്റെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ കാർബൺ സ്റ്റീലിന്റെ ക്ലാസിഫിക്കേഷൻ എന്തായാലും പഠിച്ചു വെക്കുക. 0.8നും 1.5നും ഇടയ്ക്കാണെങ്കിൽ ഹൈ കാർബൺ സ്റ്റീൽ എന്ന് പറയും. അതേസമയം 0.3ക്കും 0.8നും ഇടയ്ക്കാണെങ്കിൽ പറയുന്നത് മീഡിയം കാർബൺ സ്റ്റീൽ. ലോ കാർബൺ സ്റ്റീൽ എന്നറിയപ്പെടുന്ന 0.3ക്കും താഴെ അല്ലെങ്കിൽ 0.15 മുതൽ 0.3 റീജിയനിലാണ് വരുന്നതെങ്കിൽ അതിന് എന്താ പറയുന്നത്, ലോ കാർബൺ സ്റ്റീൽ അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീൽ എന്നായിരിക്കും പറയുക. ഇതെല്ലാം അറിഞ്ഞിരിക്കുക. നമ്മൾ ഏതെങ്കിലും ഒരു മെറ്റീരിയലിനെ പറയുകയാണെങ്കിൽ ലോ കാർബൺ 0.15 മുതൽ 0.3 എന്നല്ലേ പഠിച്ചത്, അതെ. മീഡിയം അതെ. ഹൈ കാർബൺ സ്റ്റീൽ ഇത് ഓരോ ടെക്സ്റ്റിലും വ്യത്യാസമുണ്ട്. ചിലതിൽ 0.6 എന്നൊക്കെ കിടക്കും കേട്ടോ.
നമ്മുടെ ടെക്സ്റ്റ് പ്രകാരവും അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്നത് മിക്കവാറുള്ള സാധനങ്ങളിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും 0.8 1.5 എന്ന്, ചിലതിൽ 0.6 എന്നൊക്കെ കാണുന്നുണ്ട്. ടെൻഷൻ അടിക്കണ്ട, എല്ലാം ഒരു ഏറെക്കുറെയൊക്കെ ഒരേ സാധനം തന്നെ. ഓക്കെ അല്ലേ? ഇപ്പം നമുക്ക് ഈ കാർബൺ സ്റ്റീൽ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഇദ്ദേഹത്തിന് ഭയങ്കര സ്പീഡ് കുറഞ്ഞിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഇറ്റ് മേ ഓൺലി ബി യൂസ്ഡ് ഇൻ മാനുഫാക്ചറിങ് ഓഫ് ടൂൾ ഓപ്പറേറ്റിംഗ് എ ലോ കട്ടിംഗ് സ്പീഡ്. അപ്പൊ കട്ടിംഗ് സ്പീഡ് കുറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനിൽ മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ എക്സാമ്പിൾ അവന്മാർ കൊടുത്തിരിക്കുന്ന 12 മീറ്റർ പെർ മിനിറ്റിലൊക്കെ കട്ടിംഗ് സ്പീഡ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ എന്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ? കാർബൺ സ്റ്റീലുകൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ദേ ആർ കമ്പാരിറ്റീവ്ലി ചിപ്പ്, ഈസി ടു ഫോർജ് ആൻഡ് എന്താണ് സിമ്പിൾ ടു ഹാർഡ്. അപ്പം ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഫോർജ്ഡ് ആയിട്ടുള്ള ഇതായിരിക്കും അല്ലെ, ഒരു സോളിഡ് ആയിട്ടുള്ള ഒരൊറ്റ പീസിൽ ഇരിക്കുന്ന ഫോർജ് ചെയ്തെടുക്കുന്ന ടൈപ്പ് ഓഫ് സ്റ്റീലുകൾ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ടൂളുകൾ ആയിരിക്കും നമ്മുടെ ഇരിക്കുന്ന കാർബൺ സ്റ്റീൽ. അത് ചീപ്പാണ്, അതുപോലെ തന്നെ നമുക്ക് ഹാർഡൻ ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. ഡിസഡ്വാൻറ്റേജ് ഓഫ് കാർബൺ സ്റ്റീൽ ഈസ് കമ്പാരിറ്റീവ്ലി ലോ ഹീറ്റ് ആൻഡ് വിയർ റെസിസ്റ്റൻസ്. അപ്പം ഇത് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല, എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാത്തതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര സ്പീഡ് സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തില്ല, ഭയങ്കര ലോ സ്പീഡ് സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഹൈ സ്പീഡ് സ്ഥലങ്ങളിൽ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഹീറ്റും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ വിയർ റെസിസ്റ്റന്റ് പ്രോപ്പർട്ടി ഭയങ്കര കുറവാണ്, അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർപ്ഷൻ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ലോ ഹീറ്റും അതുപോലെ തന്നെ വിയർ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടിയും ആണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള സാധനമായിരിക്കും നമ്മുടെ ഇരിക്കുന്ന കാർബൺ സ്റ്റീൽ. ഒന്നാമത്തെ സാധനം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സംഗതി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹൈ സ്പീഡ് സ്റ്റീൽ ആണ്. ജനറൽ പർപ്പസ് മെറ്റീരിയൽ ഫോർ ലോ ആൻഡ് മീഡിയം കട്ടിംഗ് സ്പീഡ് അല്ലെ, ലോ ടു മീഡിയം എന്നുള്ള രീതിയിൽ നമുക്ക് തൊട്ട് മുമ്പ് ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞത് കാർബൺ സ്റ്റീൽ ആണെങ്കിൽ ലോ ടു മീഡിയം റീജിയനിൽ വരുന്ന സാധനമായിരിക്കും ഹൈ സ്പീഡ് സ്റ്റീൽ അല്ലെ. ഓയിങ് ഇറ്റ് സുപ്പീരിയർ ഹോട്ട് ഹാർഡ്നെസ് ആൻഡ് റെസിസ്റ്റൻസ് ടു വിയർ. അപ്പൊ ഇത് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു പറഞ്ഞാൽ ഹോട്ട് ഹാർഡ്നെസ് പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ടു വിയർ എന്ന് പറഞ്ഞ രണ്ട് പ്രോപ്പർട്ടി കാരണമായിരിക്കും നമ്മൾ എന്ത് ഉപയോഗിക്കാൻ കാര്യം, ഹൈ സ്പീഡ് സ്റ്റീൽ ഉപയോഗിക്കാൻ കാര്യം. Okay, HSOs can operate the cutting speed ആരെ അപേക്ഷിച്ചിട്ട് 2 to 3 times higher than that of a carbon steel, retain its hardness up to 900 degrees Celsius. അത് 900 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഹാർഡൻഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പോരാത്തതിന് നമ്മുടെ കാർബൺ സ്റ്റീലിനെ കാട്ടി, ഇപ്പൊ കാർബൺ സ്റ്റീൽ നേരത്തെ 12 ആണ് പറയുന്നതെങ്കിൽ 12ന്റെ 2 മുതൽ 3 മടങ്ങ് അല്ലെ, 12 2 24 മുതൽ 12 3 36 എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും നമുക്ക് എത്ര കട്ടിംഗ് സ്പീഡ് വരാം, മീറ്റർ പെർ മിനിറ്റിലെ കട്ടിംഗ് സ്പീഡുകൾ നമുക്ക് എന്തിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, ഹൈ സ്പീഡ് സ്റ്റീലിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഹൈ സ്പീഡ് സ്റ്റീലിന്റെ പെർസെന്റേജും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിനകത്ത് എന്താ കൊടുത്തിരിക്കുന്നത് നോക്കാം. അപ്പൊ ടങ്ഷൻ ഇറ്റ് പ്രൊവൈഡ് ഹോട്ട് ഹാർഡ്നെസ് ആൻഡ് ഫോം സ്റ്റെബിലിറ്റി. അപ്പം ഇതിനകത്ത് ടങ്ഷൻ, ക്രോമിയം, വനേഡിയം എന്നുള്ള 3 TCV ആയിരിക്കും നമ്മൾ മോസ്റ്റ് കോമൺലി പറയുന്ന ഹൈ സ്പീഡ് സ്റ്റീൽ. ആ ഹൈ സ്പീഡ് സ്റ്റീലിൽ നിങ്ങൾ ടങ്ഷൻ എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഹാർഡ്നെസ് പ്രോപ്പർട്ടി. ഹാർഡ്നെസ് പ്രോപ്പർട്ടിന് 2 പ്രോപ്പർട്ടി ഉണ്ട്, കോൾഡ് ഹാർഡ്നെസ് എന്നും ഹോട്ട് ഹാർഡ്നെസ് എന്നും. കോൾഡ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഒരു ടെമ്പറേച്ചറിൽ അല്ലെ നമ്മുടെ ഇരിക്കുന്ന നോർമൽ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ഓപ്ഷൻ ഇല്ലായിരുന്നു. അത് റെഡ് ഹോട്ട് ഹാർഡ്നെസ്, അത് വേറെ സാധനം. റെഡ് ഹോട്ട് ഹാർഡ്നെസ് എന്ന് പറഞ്ഞ സാധനം. ഹോട്ട് ഹാർഡ്നെസ്സും ഒന്ന് തന്നെയാണ്. അത് ആ പുള്ളി വേറെ ഏതോ ടെക്സ്റ്റിൽ നിന്ന് എടുത്ത സാധനമാണ്, പക്ഷെ അത് തന്നെയായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അത് കൊബാൾട്ട് തന്നെ, അതിന്റെ സാധനം കൊബാൾട്ട് തന്നെ എഴുതിയിരുന്നത്. നമ്മുടെ ഈ ടെക്സ്റ്റിനകത്ത് ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. നമുക്കും പഠിക്കുമ്പോഴത്തേക്ക് എങ്ങനെ പഠിച്ചാൽ മതി. ടങ്ഷൻ എന്ന് പറഞ്ഞ സാധനം എന്താണ്, ഹോട്ട് ഹാർഡ്നെസ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കാനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫോം സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്ര ടെമ്പറേച്ചറിൽ എടുത്തു കഴിഞ്ഞാലും ഇതിന്റെ സ്റ്റേബിൾ ആയിരിക്കും അല്ലെ, അതിനകത്ത് ഒരു കെമിക്കൽ റിയാക്ഷനോ ഒന്നും വരാത്ത രീതിയിൽ ഒരു സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യാനായിരിക്കും ടങ്ഷൻ ഉപയോഗിക്കുക. അപ്പൊ അടുത്ത പോലെ മോളിബ്ഡിനം എന്താ ഉപയോഗിക്കുന്നത്, കീൻനെസ് ഓഫ് ദ കട്ടിംഗ് എഡ്ജ്. ഇപ്പം ഇദ്ദേഹത്തിനകത്ത് കട്ടിംഗ് എഡ്ജ് ഉണ്ടെങ്കിൽ ആ കട്ടിംഗ് എഡ്ജിന്റെ പുറത്ത് വേറെ മെറ്റീരിയൽ ഒന്നും ആടാവാതെ അത് അങ്ങനെ അങ്ങ് പിടിച്ചു നിർത്തുക, കീൻ ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ഫുള്ളി ക്ലീൻ ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു കീൻ ആയിട്ടിരിക്കുക, ആ ഒരു ഭംഗിയില്ലേ ആ ഒരു ഇതിലോട്ട് കാണാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, നമ്മുടെ മോളിബ്ഡിനം ഉപയോഗിക്കുക. ഇനി കൊബാൾട്ട് ഉപയോഗിക്കുന്നത് കട്ടിംഗ് ടൂൾ മോർ വിയർ റെസിസ്റ്റന്റ് അല്ലെ, ഇതിനകത്ത് വിയറും ടിയറും കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ എന്താക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അതിനൊരു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യാനായിരിക്കും എന്ത് ഉപയോഗിക്കുക, കൊബാൾട്ട് ഉപയോഗിക്കുക. ഇതെല്ലാം അറിഞ്ഞിരിക്കുക. ടങ്ഷൻ ഹോട്ട് ഹാർഡ്നെസ് മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കാൻ, മോളിബ്ഡിനം എന്താ ഉപയോഗിക്കുന്നത്, കീനെസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കാൻ, കൊബാൾട്ട് ഉപയോഗിക്കുന്നത് വിയർ റെസിസ്റ്റൻസിനാണ്. ടങ്ഷൻ
ക്രോമിയം വനേഡിയം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ടങ്സ്റ്റൺ ക്രോമിയം വനേഡിയം അല്ല, TCV എന്നല്ലേ പറഞ്ഞത്. പക്ഷെ അതിനകത്ത് അഡീഷണൽ ആയിട്ട് വരുന്നതായിരിക്കും ഈ മോളിബ്ഡിനവും കൊബാൾട്ടും ഒക്കെ. ഓക്കെ ആണോ? ആ 12 അതായത് 12 എന്ന വാല്യൂ ചുമ്മാ പഠിച്ചു വെച്ചാൽ മതി. ലോ ആയിട്ടുള്ള കട്ടിംഗ് സ്പീഡിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. പിന്നെ ഇത് ഹൈ ആയിട്ടുള്ള സാധനങ്ങൾക്ക് ഉപയോഗിക്കാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞത് ഹീറ്റ് റെസിസ്റ്റൻസും വിയർ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി ഇല്ല, അത്രേ ഉള്ളൂ. ഹീറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഉപയോഗിക്കാൻ വേണ്ടി. പിന്നെ ഇപ്പം HSS പറഞ്ഞത് അതിനെക്കാട്ടിയും ഒരു 2 മുതൽ 3 മടങ്ങ് വരെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. കൺവെൻഷനലി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന HSS ആയിരിക്കും. നമ്മൾ സ്പീഡിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ കാണാതെ പഠിച്ചത് HSS ന്റെ മെറ്റീരിയൽ അല്ലേ പറഞ്ഞത്. അതായത് നമ്മളിൽ ഉപയോഗിക്കുന്ന കട്ടിംഗ് ടൂളിന്റെ മെറ്റീരിയൽ HSS വെച്ചിട്ടായിരിക്കും പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞത് നമ്മൾ മോസ്റ്റ് കോമൺലി പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം HSS തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പം നമ്മുടെ വർക്ക്ഷോപ്പിൽ എടുക്കാനും മിക്കവാറുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എന്താണ് HSS ആയിരിക്കും, ഹൈ സ്പീഡ് സ്റ്റീൽ തന്നെ ആയിരിക്കും ഉപയോഗിക്കുക. ഓക്കെ. ഇനി അതുപോലെ തന്നെ അടുത്ത വരുന്ന സാധനമായിരിക്കും സ്റ്റെല്ലൈറ്റ് അല്ലെ. സ്റ്റെല്ലൈറ്റ് നമുക്കൊരു 3 എടുത്താൽ മതി, ബാക്കി 3 അടുത്തിൽ നോക്കാം. സ്റ്റെല്ലൈറ്റ് ഇസ് ദ ട്രേഡ് നെയിം ഓഫ് എ നോൺ ഫെറസ് കാസ്റ്റ് അല്ലേ. ഇപ്പൊ നമ്മൾ സാധാരണ മേളിൽ പറഞ്ഞ കാർബൺ സ്റ്റീലും അതുപോലെ തന്നെ നമ്മുടെ HSS എടുക്കുകയാണെങ്കിൽ അത് രണ്ടും എന്തായിരിക്കും, ഫെറസ് ആണ്. അത് അതായത് അതിനകത്ത് അയൺ കണ്ടന്റ് ആണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ഇതിപ്പോ സ്റ്റെല്ലൈറ്റ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രത്യേകത നോൺ ഫെറസ് ആയിട്ടുള്ള കാസ്റ്റ് അല്ലേ ആയിരിക്കും കേട്ടോ. കാസ്റ്റ് അല്ലോയി കമ്പോസ്റ്റ് ഓഫ് എന്തൊക്കെയുണ്ട്, കൊബാൾട്ട് ക്രോമിയം ടങ്ഷൻ, എന്താ CCT എന്നാ പറയുന്നത്, കൊബാൾട്ടും ക്രോമിയം ടങ്ഷൻ. നേരത്തെ എന്തായിരുന്നു, TCV ആയിരുന്നു അല്ലെ, ടങ്ഷൻ ക്രോമിയം വനേഡിയം ആയിരുന്നു. ഇവിടെ വരുന്ന സാധനം കൊബാൾട്ടും ക്രോമിയം ടങ്ഷൻ എന്ന് പറഞ്ഞ 3 മെറ്റീരിയൽ ആയിരിക്കും പറയുന്നത്. അപ്പൊ നോക്കിയേ, ഓരോന്നായിട്ട് എടുക്കുമ്പോഴത്തേക്കും 40 മുതൽ 48% വരുന്ന ആദ്യത്തെ പ്രോപ്പർട്ടി ആയിട്ടുള്ള കൊബാൾട്ട് ആണ്. 30-35% വരുന്ന ക്രോമിയം ആണ്. ഇനി ബാക്കിയുള്ള പെർസെന്റേജിൽ എന്താ വരുന്നത്, ടങ്ഷൻ ആയിരിക്കും വരിക. ആ പെർസെന്റേജ് എന്ന് അറിഞ്ഞില്ലെങ്കിലും അതിനകത്തുള്ള സ്റ്റെല്ലൈറ്റ് എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അതൊരു നോൺ ഫെറസ് ആയിട്ടുള്ള ഒരു അല്ലോയ് ആയിരിക്കും. ഇത് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ ടൂളിന്റെ മെറ്റീരിയലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് നോൺ ഫെറസ് ആയിട്ട് ഏതൊക്കെ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ക്രോമിയം, കൊബാൾട്ട്, ക്രോമിയം ആൻഡ് ടങ്ഷൻ എന്ന് പറഞ്ഞ 3 സാധനങ്ങളായിരിക്കും ഇതിനകത്തോട്ട് ഉപയോഗിക്കുക. സ്റ്റെല്ലൈറ്റ് ക്യാൻ ഓപ്പറേറ്റഡ് ഓൺ സ്റ്റീൽ അല്ലെ. സ്റ്റീലുകളിൽ നമുക്ക് സ്റ്റെല്ലൈറ്റിനെ ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. വിത്ത് കട്ടിംഗ് സ്പീഡ് ഓഫ് എത്ര മടങ്ങ്, നമ്മുടെ തൊട്ട് മുന്നേ പഠിച്ചിരിക്കുന്ന HSS കാട്ടിയും 2 മടങ്ങ് നമുക്ക് എന്ത് ചെയ്യിപ്പിക്കാൻ, ഹയർ ദാൻ ദാറ്റ് ഓഫ് HSS, അത്രയും സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യിപ്പിക്കാൻ, ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ തൊട്ട് മുന്നേ നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞ സമയത്ത് എത്രയായിരുന്നു, 24-36 ആണെങ്കിൽ 24ന്റെ ഇരട്ടിയായിട്ടുള്ള 40 അല്ലെ, 48 എന്ന് പറഞ്ഞ രീതിയിലൊക്കെ, അല്ലെങ്കിൽ ആ ഒരു അത്രയും കട്ടിംഗ് സ്പീഡിലോട്ടൊക്കെ എന്തിനെ കൊണ്ടെത്തിക്കാൻ വേണ്ടി പറ്റും, സ്റ്റെല്ലൈറ്റിനെ കൊണ്ടെത്തിക്കാൻ വേണ്ടി പറ്റും. They are used for non-metal cutting applications such as rubber and plastic. അപ്പൊ ഇത് നമ്മൾ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന എന്തിന്റെ ഇതായിരിക്കും, റബ്ബറിന്റെയോ പ്ലാസ്റ്റിക്കിന്റെയോ അതിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുക. അപ്പൊ ഇന്ന് നമ്മൾ ജസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കട്ടിംഗ് ടൂളിന്റെ കട്ടിംഗ് ടൂളിൽ എന്തൊക്കെ പ്രോപ്പർട്ടി വേണം, നല്ലൊരു കട്ടിംഗ് ടൂളിന് എന്തൊക്കെ പ്രോപ്പർട്ടി വേണം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ പറയാം, എന്തൊക്കെ പ്രോപ്പർട്ടി ഉള്ള കട്ടിംഗ് ടൂൾ വേണം സെലക്ട് ചെയ്യാൻ, അത് ഒന്നാമത്തെ കാര്യം. ഇനി അതുപോലെ തന്നെ കട്ടിംഗ് ടൂളിന്റെ മെറ്റീരിയലുകൾ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്ത് വെച്ചിട്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്, അത് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ, ഏതൊക്കെയാണ് നമ്മൾ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസ്. അപ്പൊ അത് നമ്മൾ 3 പഠിച്ചു. ഏതൊക്കെ പഠിച്ചു, നമ്മുടെ ഇരിക്കുന്ന കാർബൺ സ്റ്റീൽ എന്ന് പറഞ്ഞ സാധനം പഠിച്ചു, അതുപോലെ HSS പഠിച്ചു, അതുപോലെ കൊബാൾട്ട് പഠിച്ചു. അപ്പൊ ഇനി അടുത്ത നമ്മൾ പഠിക്കുന്ന സാധനങ്ങൾ കാർബൈഡും, കോട്ടഡ് കാർബൈഡ്, സെറാമിക്, ഡയമണ്ട്. ഇത് ഇത്രയും നമ്മൾ അടുത്തതിൽ നോക്കുന്നതായിരിക്കും. സെർമേറ്റ്സും ഡയമണ്ടും ഇത് ഇത്രയും നമ്മൾ അടുത്തതിൽ നോക്കും. ഓക്കെ ആണോ? കുഴപ്പമില്ലല്ലോ. നമ്മളിത് നമ്മുടെ മറ്റേ തിയറി പോലെ നമ്മൾ അധികം ഇത് ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഒരു ഹെഡിങ്ങുകൾ മാത്രം അറിഞ്ഞാൽ മാത്രം മതി.